18-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയൻ ഈജിപ്റ്റ് കീഴടക്കാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ നൈൽ നദീതീരത്ത് ഒരു കല്ല് കണ്ടെത്തുന്നു. ഈ കല്ലിന് ഇന്ന് പേര് റോസേറ്റ സ്റ്റോൺ എന്നാണ്. ഫ്രഞ്ച് നിർമ്മിതമായ ഒരു കോട്ട, ജൂലിയൻ ഫോർട്ട്, തകർക്കുമ്പോഴാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സ്ക്രിപ്റ്റ് 3 വ്യത്യസ്ത ഭാഷകളിൽ ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നു. 1 പ്രാചീന ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ്, 2 ഗ്രീക്ക്, 3 അവിടെ ദൈനംദിന രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഡെമോട്ടിക് സ്ക്രിപ്റ്റ്. ഈ കല്ല് ഒത്തിരി സഹായിച്ചത് ശാസ്ത്രലോകത്തിനാണ്. കാരണം ഹൈറോഗ്ലിഫിക്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലേക്കാണ് ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീക്ക് ഭാഷയുടെ തർജിമയുമായി വരുന്നത്. അങ്ങനെ ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി മനസ്സിലാക്കാൻ ചരിത്രകാരന്മാരെ സഹായിച്ചതിൽ ഇതിന് വലിയ പങ്കുണ്ട്. നൈൽ തടത്തിലുള്ള റാഷിദ് എന്ന നഗരത്തിൻ്റെ ഫ്രഞ്ചുകാർ പറഞ്ഞ രീതിയിലുള്ള പേരാണ് റോസെറ്റ. അങ്ങനെയാണ് ഈ കല്ലിന് റോസെറ്റ എന്ന പേര് വന്നത്. ഫ്രഞ്ചുകാരുടെ കയ്യിലായ ഇത് 1801 ബ്രിട്ടീഷുകാർ അലക്സാണ്ട്രിയ കീഴടക്കിയപ്പോൾ അവരുടെ കയ്യിലെത്തി. ഇന്നിത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.